നമസ്കാരം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ എൻ രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. സഞ്ചാരികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടക്കുമ്പോൾ രക്ഷിക്കാൻ നാട്ടുകാരിൽ പലരും ഓടിയെത്തിയ അനുഭവം ആരതി പറഞ്ഞിരുന്നു. ഒരു അനിയത്തെ പോലെ തന്നെ കണ്ട് കശ്മീരി ഡ്രൈവർമാരായ മുസാഫിറും സമീറും സഹായിച്ചിരുന്നുവെന്നും ആരതി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രൂക്ഷമായ സൈബർ ആക്രമണം. അച്ഛൻ മരിച്ച മകളുടെ അണിഞ്ഞൊരുങ്ങി വന്നുള്ള മീഡിയ പ്രതികരണം കാണുമ്പോൾ നമുക്കുള്ള മാനസികാവസ്ഥയോ ഒരു ദുഃഖമോ ആ മകളിൽ കാണുന്നില്ല. അച്ഛന് നേർക്ക് തീവ്രവാദികൾ തോക്കു ചൂണ്ടിയപ്പോൾ ഇവൾ പൊട്ടിച്ചിരിച്ചു കാണും എന്നിങ്ങനെ വളരെ വിദ്വേഷകരമായ കമന്റുകളാണ് ആരതിക്ക് നേരെ ഉയരുന്നത്. അതിനിടെ ആരതി തനിക്ക് നേരിട്ട അനുഭവം പങ്കുവെക്കുന്ന ചാനൽ വീഡിയോയ്ക്ക് താഴെ വിദ്വേഷ പരാമർശം യുവാവിനെതിരെ പരാതി. സനൂഫ് എന്ന യുവാവിനെതിരെ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന അലക്സ് ആണ് പരാതി നൽകിയത്. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്, നന്നായി എന്നായിരുന്നു ഇയാളുടെ വിദ്വേഷ പോസ്റ്റിന്റെ തുടക്കം. കശ്മീർ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപെടുത്തുമെന്നും പറയുന്ന ഇയാൾ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പുന്നുമെന്നും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. ഇതിനൊപ്പം പാകിസ്ഥാൻ പതാകയും പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം കമന്റ് വിവാദമായതോടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ഇയാൾ ഡിലീറ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ അദീന അലക്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഭീകരവാദ ആക്രമണത്തിൽ കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി തനിക്ക് നേരിട്ട അനുഭവം പങ്കുവെക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റിന് താഴെ വന്ന സനൂഫ് എന്ന മലയാളിയുടെ കമന്റിനെതിരെ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ പരാതി നൽകി. മതേതര കേരളത്തിൽ ഇന്ത്യൻ പൗരനായി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാണ് ഇത്തരത്തിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തീവ്രവാദത്തെ പിന്തുണയ്ക്കാൻ ധൈര്യം നൽകുന്നതെന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു എന്നുമാണ് പോസ്റ്റ്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ആരതി വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: പല ഭാഗങ്ങളിലേക്ക് ചെറു സംഘങ്ങളായിട്ടാണ് എല്ലാവരും ഓടിയിരുന്നത്. ആളുകളോട് എന്തൊക്കെയോ ചോദിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്കും വന്നു. അവർ കലിമ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അച്ഛനെ അവർ ഷൂട്ട് ചെയ്തു. അച്ഛൻ മരിച്ചുവെന്ന് ഉറപ്പായി. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന എൻ്റെ തലയിലും അവർ തോക്കുവെച്ചു. വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്നെനിക്കറിയില്ലായിരുന്നു. എൻ്റെ മക്കൾ രണ്ടും കരഞ്ഞതോടെ അവർ ഇട്ടിട്ട് പോയി. മക്കൾ അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. എൻ്റെ തലയിലൊന്ന് കുത്തിയിരുന്നു. വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്നറിയില്ല. എൻ്റെ അടുത്ത് വന്നയാൾ സൈനിക വേഷത്തിലല്ലായിരുന്നു. പടക്കം പൊട്ടുന്നത് പോലെ ശബ്ദമായിരുന്നു. അവരൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നും എനിക്കറിയില്ല. ഞാനൊരു ട്രോമയിലാണിത് പറയുന്നത്. ഏതൊക്കെയോ വഴികളിലൂടെ കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. 1/4 മണിക്കൂർ കഴിഞ്ഞാണ് സിഗ്നൽ കിട്ടിയത്. തുടർന്ന് ഞാൻ എൻ്റെ കശ്മീരി ഡ്രൈവർ മുസാഫിറിനെ ഫോണിൽ വിളിച്ചു. അയാളാണ് വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. അപ്പോഴേക്കും 5-7 മിനിറ്റിനകം മിലിറ്ററിയും നാട്ടുകാരായ ആളുകളും എത്തിയിരുന്നു. ഇതിനിടെ നാട്ടുകാരുടെ സഹായത്തിൽ അമ്മയെ സുരക്ഷിതമായി റൂമിലാക്കിയിരുന്നു. എൻ്റെ കൂടെ ഡ്രൈവർ മുസാഫിറും മറ്റൊരു ഡ്രൈവർ ഷമീറും എന്നെ അനിയത്തിയെ പോലെ കൂടെ കൊണ്ടു നടന്നു. ഐഡന്റിഫിക്കേഷനും മറ്റുമായി മോർച്ചറിയിൽ കൊണ്ടുപോകാനും 3 മണി വരെ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ സർക്കാരായാലും കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും വലിയ പിന്തുണ നൽകി. അവിടുത്തെ പ്രദേശവാസികൾ വലിയ സഹായമായിരുന്നു. താമസമൊരുക്കി, പണമൊന്നും വാങ്ങിയില്ല. കശ്മീരിൽ വെച്ച് എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്നാണ് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്. അള്ളാഹ് അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഭീകരർ സൈനിക വേഷത്തിലാണോ എത്തിയതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അച്ഛനെ വെടിവെച്ചിട്ടയാൾ സൈനിക വേഷത്തിലല്ലെന്നായിരുന്നു ആരതി പറഞ്ഞത്.